ഇതായിട്ട് യോഗ അസോസിയേഷന്റെ നാഷണൽ പങ്കെടുത്തായിരുന്നു. പിന്നെ ഇന്റർ യൂണിവേഴ്സിറ്റിയിലും പങ്കെടുത്തു. 2 തവണ നാഷണൽ മെഡൽ, ഗോൾഡും ബ്രോൺസും പിന്നെ ഒരു 4th ഉം 5th ഉം. ഈയിടെ മത്സരിച്ച് 4th ഉം 5th ഉണ്ടായിരുന്നു നാഷണൽ. ആദ്യമായിട്ട് ഇറങ്ങുമ്പം അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് മത്സരിക്കുന്നത്. പിന്നെ കൂടുതലായിട്ട് ടീച്ചർ പറഞ്ഞു തന്ന് പിന്നീടുള്ള മത്സരത്തിലൊക്കെ മെഡൽ കിട്ടാം. മത്സരത്തിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഭാവിയിൽ ഒരു പോലീസ് ആവണമെന്നാണ് യോഗ എന്ന് പറയുമ്പം ഹെൽത്ത്, മെന്റൽ ഒക്കെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാനൊക്കെ യോഗ നല്ലതാണല്ലോ. അപ്പം ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. നമസ്കാരം. യോഗയിൽ കേരളത്തിന്റെ അഭിമാനമാണ് രേവതി രാജേഷ്. നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് നിരവധിയായ സമ്മാനങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ യോഗ ഒളിമ്പിയാഡിൽ പങ്കെടുത്ത് കേരളത്തിന് വേണ്ടി സ്വർണ്ണ മെഡലും നേടിക്കൊടുത്തത് രേവതിയുടെ നേതൃത്വത്തിലുള്ള ടീമാണ്. ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രേവതിയുടെ കുറച്ച് വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. രേവതി കോട്ടയം ജില്ലയിലെ എരുമേലി സ്വദേശിനിയാണ്. ഇപ്പോൾ ബികോം ഒക്കെയാണ് പഠിക്കുന്നത്. ബികോം അല്ലേ? എവിടെയാ പഠിക്കുന്നത്? സെന്റ് ഡൊമിനിക്സ് കോളേജിലാണ്. ഇപ്പൊ എന്താണ് യോഗ കാര്യങ്ങളൊക്കെ, എന്താണ് പുതിയ ഗെയിംസിലൊക്കെ പങ്കെടുത്തിരുന്നോ? പുതുതായിട്ട് യോഗ അസോസിയേഷന്റെ നാഷണൽ പങ്കെടുത്തായിരുന്നു. പിന്നെ ഇന്റർ യൂണിവേഴ്സിറ്റിയിലും പങ്കെടുക്കുന്നു. നിരന്തരമായിട്ട് ഇങ്ങനെ മത്സരങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണോ? മത്സരങ്ങൾ സമ്മാനങ്ങളൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടോ? അതെ, ഒരുപാട് കിട്ടിയിട്ടുണ്ട്. 8 തവണ നാഷണൽസ് പങ്കെടുത്തു. 2 തവണ നാഷണൽ മെഡൽ, ഗോൾഡും ബ്രോൺസും പിന്നെ ഒരു 4th ഉം 5th ഉം. ഈയിടെ മത്സരിച്ച് 4th ഉം 5th ഉം ഉണ്ടായിരുന്നു നാഷണൽ. യോഗ ഒളിമ്പിയാഡ് ടീമായിട്ടാണ് മത്സരിക്കുന്നത്. യോഗ അസോസിയേഷനെ സിംഗിൾ ആയിട്ട് മത്സരിക്കുക. അത് കുറെ ഉണ്ട്. ആർട്ടിസ്റ്റിക്, റിതമിക്, ഫ്രീ ഫ്ലോ, യോഗാസന, അങ്ങനെ അസോസിയേഷന് കുറെ ഐറ്റംസ് ഉണ്ട്. അതിൽ നമുക്ക് സിംഗിളും പെയറും 5 പേരും ഒക്കെ മത്സരിക്കുന്നതാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്നാണ് രേവതി തുടങ്ങിയത്. നമ്മുടെ ഏത് സ്കൂളായിരുന്നു? SNDPHS പെൺകുറിഞ്ഞി. അവിടെ ഞങ്ങളുടെ കായിക അധ്യാപക റിജി ടീച്ചറായിരുന്നു. ടീച്ചറാണ് ഞങ്ങളെ പഠിപ്പിച്ച് ഇത്ര ആക്കിയത്. ആദ്യം മത്സരിച്ച് യോഗ ഒളിമ്പിയാഡ് തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. ആദ്യമായിട്ട് മത്സരിച്ചപ്പോൾ ഒന്നുമില്ലായിരുന്നു. പിന്നെ മത്സരിച്ച് അങ്ങനെ പോയി പഠിച്ച് ടീച്ചർ കൂടുതൽ നന്നായിട്ട് പഠിപ്പിച്ച്. ആദ്യമായിട്ട് ഇറങ്ങുമ്പം അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് മത്സരിക്കുന്നത്. അപ്പൊ പിന്നെ കൂടുതലായിട്ട് ടീച്ചർ പറഞ്ഞു തന്ന് പിന്നീടുള്ള മത്സരത്തിലൊക്കെ മെഡൽ കിട്ടാൻ തുടങ്ങി. എങ്ങനെയാണ് ഈ അഭ്യാസത്തിലേക്ക് വീട്ടിൽ വന്ന് പ്രാക്ടീസ് ആണോ, അതോ ടീച്ചർ തന്നെ സ്കൂളിൽ വെച്ചുള്ള പ്രാക്ടീസ് ആയിരുന്നു? സ്കൂളിൽ വെച്ച് ആദ്യം യോഗയ്ക്ക് വേണ്ടി പിള്ളേരൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ കൊണ്ടുപോയി സെലക്ട് ചെയ്ത് ഓരോ ആസനം ചെയ്യിപ്പിച്ച് നോക്കി. അങ്ങനെ ചെയ്തതിന് ടീച്ചർ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു തുടങ്ങിയത്. ഈ സ്കൂളിൽ നിന്ന് തുടങ്ങി പിന്നെ എവിടെയൊക്കെ മത്സരങ്ങളിൽ പോയിട്ടുണ്ട് കേരളത്തിന് പുറത്ത്? കേരളത്തിന് പുറത്ത് 3 തവണ ഡൽഹി പോയി. അവിടുന്നാണ് ബ്രൗൺസും ഗോൾഡും കിട്ടിയ 2 തവണ. പിന്നെ പഞ്ചാബ്, ആസാം, ഒഡീഷ, കൊൽക്കത്ത. പിന്നെ കഴിഞ്ഞ നാഷണൽസ് കേരളത്തിൽ വെച്ചാണ്, തിരുവനന്തപുരത്ത് വെച്ചാണ്. ഇവിടെയൊക്കെ മത്സരങ്ങളിലൊക്കെ പോകുമ്പോഴേ വളരെ ആഗ്രഹിച്ചാണ് നിങ്ങൾ എല്ലാവരും കൂടി പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെ അതിന്റെ ഈ സാമ്പത്തികവും ചെലവൊക്കെ നിങ്ങൾ തന്നെയാണ് വഹിക്കുന്നത്? അല്ല, അതൊക്കെ സർക്കാരിന്റെ ഇതിലാണ്. പിന്നെ യൂണിവേഴ്സിറ്റി മത്സരത്തിന് നമ്മൾ കയ്യിൽ നിന്ന് ചെലവ് നോക്കിയിട്ട് പിന്നെ റീഫണ്ട് ചെയ്തു. അടുത്തിടെ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ പോയിരുന്നു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റിയുടെ മത്സരം ഒഡീഷയിൽ വെച്ചാണ്. ഇന്റർ യൂണിവേഴ്സിറ്റി. അത് ടീമായിട്ടാണ്. ഒരു ടീമിൽ 6 പേരാണ്. 6 പേരും ഒന്നിച്ച് മത്സരിക്കുന്നു. അവരുടെ മാർക്ക് കൂട്ടി ടീമിനായിട്ടാണ് പ്രൈസ്. കോളേജിൽ ചെന്നിപ്പം പുതുതായിട്ട് യോഗ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ട്രെയിനിങ് തുടങ്ങിയതേ ഉള്ളൂ. മിസ്സുമാരും കുട്ടികളും ഒക്കെ പ്രാക്ടീസിന് വേണ്ടി വരുന്നുണ്ട്. ചെറിയ രീതിക്ക് അറിയാം, കുഴപ്പമില്ല. നാട്ടിൽ ഒരുപാട് അനുമോദനം കിട്ടാറുണ്ട്. പിന്നെ യോഗ ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറെ ആൾക്കാർക്ക് വിളിക്കുന്നുണ്ട്. അനുമോദനത്തിനൊക്കെ വിളിക്കുന്നുണ്ട്. പ്രോഗ്രാം ചെയ്യാൻ വിളിക്കുന്നുണ്ട്. ഇപ്പം യോഗ ട്രെയിനർ ആവാൻ ആഗ്രഹമുണ്ട്. അതിന് കോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഭാവിയിൽ ഒരു പോലീസ് ആവണമെന്നാണ് എല്ലാവരും. മത്സരത്തിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടി വരുമോ? എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. രാവിലെ 5 തൊട്ട് 6 മണി വരെ പ്രാക്ടീസ്. ഈ യോഗ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മോൾക്ക് വന്നിട്ടുള്ള ഒരു മാറ്റങ്ങളൊക്കെ എന്താണ്? ഇപ്പോൾ ഈ ശാരീരികപരമായ ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ എന്താണ്? നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ പനിയൊക്കെ പെട്ടെന്ന് വരുമായിരുന്നു. അപ്പം അങ്ങനെ അസുഖങ്ങളൊന്നും വരുന്നില്ല. പിന്നെ കുറച്ച് എനർജി
ഹെൽത്ത് ഒക്കെ ഇപ്പം നല്ലതായിട്ട് എല്ലാം കേരളത്തിന് പുറത്ത് മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ ഈ സാമ്പത്തികമായിട്ട് ചെലവുകളൊക്കെ മോൾ എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്? വീട്ടുകാർ സഹായിക്കുന്നതാണോ? ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. എന്നാലും വീട്ടിൽ നിന്നും പിന്നെ കോളേജിൽ നിന്നും ടീച്ചറും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പം അവരൊക്കെ തന്നെ അങ്ങനെ പോകും. എല്ലാവരും സഹായിക്കും. സഹായിക്കും. വീട്ടിലെന്താണ് ഒന്ന് പറഞ്ഞു, വീട്ടിലെ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയൻ, വല്യമ്മ, വല്യച്ഛൻ, ഇത്രയും പേരെ ഉള്ളത്. വല്യമ്മയും വല്യച്ഛനും വീട്ടിലുണ്ട്. അനിയൻ ഇപ്പൊ +1 പഠിക്കുവാണ്. അമ്മയും അച്ഛയും കൂലിപ്പണി, അച്ഛൻ പെയിന്റിങ്ങും അമ്മ പറമ്പിപ്പണിയൊക്കെ ചെയ്യാറ്. ഇപ്പൊ ഏതായാലും സ്കൂളിൽ ചെന്നിട്ട് അല്ല കോളേജിൽ ചെന്നിട്ട് ടീച്ചറായി. കോളേജിൽ ഇപ്പം ചെറുതായിട്ട് പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ പഠിക്കുന്നുണ്ട് ഇപ്പം. ഒരുപാട് പേര് വരാൻ തയ്യാറായി നിൽക്കുകയാണോ? അതെ, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെ യോഗ എന്ന് പറയുമ്പം ഹെൽത്ത്, മെന്റൽ ഒക്കെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനൊക്കെ യോഗ നല്ലതാണല്ലോ. അപ്പം ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര താല്പര്യമുണ്ട്. ശരിക്കും ഈ കുട്ടികളൊക്കെ യോഗ പഠിക്കണം, അതിൽ മുന്നിലേക്ക് വരാനായിട്ട് മോൾക്ക് എന്താണ് മോളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്? എനിക്ക് യോഗ പഠിക്കാൻ തുടങ്ങിയിട്ട് പ്രതിരോധശേഷി കൂടി, ഇപ്പം രോഗങ്ങളൊന്നും വരാറില്ല അങ്ങനെ. പിന്നെ കോൺസെൻട്രേഷൻ, പഠിക്കാൻ ഒരു എനർജി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും യോഗയിലോട്ട് വന്ന് അങ്ങനെ മാനസികവും ശാരീരികമായിട്ട് നല്ല ആരോഗ്യം കൈവരിക്കാൻ വേണ്ടി ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരെയും. എല്ലാവർക്കും പറ്റുമോ യോഗ ചെയ്യാൻ വേണ്ടി? ഇപ്പോൾ ഈ വയറൊക്കെ ഉള്ള വലിയ വയറൊക്കെ ഉള്ള ആളുകളാണ്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ യോഗ ചെയ്യാൻ പറ്റുമല്ലേ? എല്ലാവർക്കും പറ്റും. നമ്മൾ ചെറിയ ആസന ചെയ്ത് വണ്ണമൊക്കെ കുറയ്ക്കേണ്ടവർക്ക് വണ്ണം കുറച്ച് ചെയ്യാം, അല്ലാത്തവർക്ക് വണ്ണം കുറയ്ക്കാതെ തന്നെ ചെയ്യാം. എല്ലാ തരത്തിലുള്ള ആസനയും യോഗയിലുണ്ട്. അപ്പം എല്ലാവർക്കും ചെയ്യാവുന്ന ഒന്നാണ് യോഗ. ഇപ്പം രേവതിയുടെ മെയ് വഴക്കം നമ്മൾ വീഡിയോയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അപ്പം അതെങ്ങനെയാണ് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് ലഭിച്ചതാണോ? ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്യും. സ്കൂളിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ ചെയ്യിപ്പിച്ച്, പിന്നെ ഓരോ ആസനത്തിനും വേണ്ടി പ്രത്യേക എക്സസൈസ് ഉണ്ട്. അങ്ങനെ എന്നും പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ്. നിരന്തരമായ പരിശീലനം കൊണ്ട് അസാമാന്യമായ മെയ്വഴക്കം നേടിയെടുത്തിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. ഇപ്പോൾ മനസ്സിന് ഏകാഗ്രത ലഭിക്കുന്നു, ആരോഗ്യപരമായി യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് രേവതി പറയുന്നത്. അങ്ങനെ യോഗ രേവതിയുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ജീവിതത്തിലെ ചില പരിമിതികൾക്കൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത് സ്വർണം ഉൾപ്പെടെ കേരളത്തിന് വേണ്ടി നേടിക്കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഭാവിയിൽ യോഗ ഒളിമ്പിക്സിൽ കൂടി പങ്കെടുക്കണമെന്നാണ് രേവതിയുടെ ആഗ്രഹം. ആ ആഗ്രഹം സഫലമാകട്ടെ, അതിനുവേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമത്തിലാണ് രേവതിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.